ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഡെയിലി ഒരു റൊട്ടീൻ പറയുന്ന പോലെ ആ ഒരു ക്ലീനിങ് വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് കർട്ടന് പകരം നമ്മൾ ബെഡ്ഷീറ്റാണ് കേട്ടോ ജനലിൽ വെച്ചിരുന്നത്, കാരണം ലൈറ്റ് ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മടക്കി വയ്ക്കുക. ഹാളിലാണ് കട്ടിലിട്ടേക്കുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ റൂമിലിടാത്തത് കുറച്ച് ചൂട് കൂടുതലാണ് റൂമിൽ. വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് തണുപ്പൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ വെളുപ്പാങ്കാലം ഒരു 2 മണി 3 മണിയൊക്കെ വരെ നല്ല ചൂടാണ് റൂമിൽ. ഹാളിലാവുമ്പം നല്ല കാറ്റും ഉണ്ട്, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ കുറേ വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് വ്ളോഗിനെ പറ്റിയിട്ടും. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് ഒരു കമൻറ്റിൻ്റെ ബേസിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തോർത്ത് മുഖത്ത് കെട്ടിയിട്ട് നമ്മൾ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി തുണി മുഖത്ത് കെട്ടൂലേ, അതേപോലെ കെട്ടി വീഡിയോ ക്ലീനിങ് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കർച്ചീഫ് കെട്ടിയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അതൊന്നും പറ്റിയില്ല, കാരണം ഞാൻ പൊടിയടിക്കുന്ന കാര്യമൊന്നും ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തുണിയൊന്നും കെട്ടേണ്ടി വന്നില്ല കേട്ടോ, അലർജി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ക്ലീനിങ്, എന്താ പറയുക, കുറേ ഈ തുണികൾ നനച്ചിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മടക്കി വയ്ക്കലാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ആ ഒരു ജനലിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ, അവിടെയായിട്ട് എൻ്റെ സാരികൾ, പിന്നെ ചേട്ടായിയുടെ മുണ്ടുകൾ, സാരികളും മുണ്ടുകളും ഒന്നും നമ്മൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളായതുകൊണ്ട് ഞാൻ 2 ബാഗിലായിട്ടാക്കി അവിടെയായിട്ടാണ് വെച്ചേക്കുന്നത്. അലമാരിയിൽ എല്ലാം കൂടി വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാഗുകളിലാക്കിയിട്ട് മാറ്റി വെച്ചേക്കുക, ആവശ്യമുള്ളപ്പം മാത്രം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഈ നനച്ചിട്ട് ഉണങ്ങുന്ന തുണികളെല്ലാം ഇങ്ങനെ കൂട്ടി കൊണ്ടിട്ട് കേട്ടോ. മടക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. ഞാനാണെങ്കിൽ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നേരെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ തുണി മടക്കൽ നടക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. തുണി മടക്കുന്നതിൻ്റെ കൂടെ ഞാൻ സംസാരിക്കുന്നത് നീലൂട്ടനോടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടായിയുടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നീലൂട്ടനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ ചോദിക്കുന്നതിനൊന്നും മറുപടി നീലൂട്ടൻ ചില സമയത്ത് പറയത്തില്ല. അപ്പം ഞാൻ പറയടാ ഇങ്ങനെ പറയടാ അങ്ങനെ പറയടാ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവനോട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം മടക്കി കഴിഞ്ഞു. പിന്നെ ഈ ഒരു കബോർഡിന് ഡോറില്ല കേട്ടോ, അപ്പം നമ്മൾ ഈ ഒരു കർട്ടൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടിയേക്കും. അപ്പം തുണിയൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് കാണത്തില്ല. അതിൻ്റെ മുകളിലായിട്ട് കുറേ തുണികൾ, ടീഷർട്ട്, എൻ്റെ തുണികൾ, പിന്നെ കൈലി, അതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ആക്കണം. അതെല്ലാം ഓക്കെ ആയി. ആ ബാഗിരിക്കുന്ന സ്ഥലം ഞാനവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് മൊത്തം നമ്മുടെ തുണികളാട്ടോ, ഞാനീ പറഞ്ഞ പോലെ തന്നെ സാരികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലീനിങ് വ്ളോഗിൽ ഞാൻ എന്തായാലും കർച്ചീഫ് കെട്ടിയിട്ട് ഉള്ള വീഡിയോ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും, ക്ലീനിങ് വ്ളോഗ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് അടുക്കളയിൽ ഈ ഒരു വാഷ് ബേസിൻ്റെ മേളിൽ ഒരു 2 കബോർഡുണ്ട്. അപ്പോൾ അതിൽ കബോർഡല്ല, ഷെൽഫ് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ആ ഷെൽഫിൽ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഞാൻ ഈ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴുകി ഉണക്കിയിട്ട് അവിടോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നാരങ്ങ വെള്ളം വാങ്ങിച്ച കുപ്പിപ്പാട്ട വരെ അതിനകത്തുണ്ട് കേട്ടോ. എന്തെങ്കിലും സാധനം ഇട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ അവിടെ എല്ലാം മാറ്റിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും കുറച്ച് എന്താ പറയുക സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഉണ്ട്, നമ്മുടെ തൂക്കുപാത്രം പോലത്തെ പാത്രങ്ങൾ. അതെല്ലാം ഒരു റോയിലാക്കിയിട്ട് ഇടത്തെ സൈഡിലുള്ള ആ ഒരു ഷെൽഫിലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അങ്ങനത്തെ സാമ്പാർ പൗഡർ, ചിക്കൻ മസാല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു റോയിൽ. അപ്പോൾ എനിക്ക് താഴെ വയ്ക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന്. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ തീരുന്ന സാധനങ്ങൾ എഴുതി വെക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ആകെ ഇനിയിപ്പോൾ ഉള്ളത് മല്ലിപ്പൊടിയും
കുറച്ച് പൊടിക്കാനുള്ള മല്ലിയുടെ പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ ഇനി വേണം സാധനങ്ങളൊക്കെ സപ്ലൈകോയിൽ വാങ്ങിച്ച് അടുക്കി വെക്കാൻ. പിന്നെ മൊത്തത്തിലൊന്ന് തൂത്ത് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നീലൂട്ടനീക്ക് വലിഞ്ഞു വലിച്ച് കയറുന്നതൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. എന്തോ സാധനം എടുക്കാനായിട്ട് മുകളിൽ കയറിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തുണി സോപ്പ് പൊടിയിൽ മുക്കി വെക്കാനായിട്ട് പോയി കേട്ടോ. കുറച്ച് വെയിലും ചൂടും ഒക്കെ ഒന്ന് മാറിയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. നീലൂട്ടന് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ തുണി മുക്കി വെക്കാനായിട്ട് വന്നത്. അപ്പോൾ തുണിയെല്ലാം മുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാനും ചോറ് കഴിക്കാനായിട്ട് പോവുക. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ മുക്കി വെച്ചേക്കുന്ന തുണി കഴുകാനായിട്ട്. നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, ചമ്മന്തി, പിന്നെ അമ്മ ഇന്നലെ വീട്ടിൽ നിന്ന് ചുമന്ന ചീര അരിഞ്ഞത് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് രാവിലെ തോരൻ വെച്ചു. പിന്നെ തൈരും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഇത് കഴിക്കാനുള്ളത്. ചേട്ടായിക്കും ഇത് തന്നെ കൊടുത്തു വിട്ടത് കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ പൊതിച്ചോറ് കിട്ടുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോസിൻ്റെ കമൻസൊക്കെ വായിക്കുന്ന ടൈമാണ് കേട്ടോ. വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്ന ടൈമായത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലധികം ആൾക്കാർ എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനൊരു എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി അടുത്ത ക്ലീനിങ് വ്ളോഗിൽ നമ്മൾ കർച്ചീഫ് കെട്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളുടെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.